നീ നിന്റെ ഈ കട തീർക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് ഞാൻ തന്നോളാം, നീ നാളത്തോട്ട് പോകണ്ട. ഞങ്ങക്ക് നീയേ ഉള്ളൂ. എന്ത് അല്ലേ ചേച്ചി, ഇതേപോലെ എത്ര പേര് പണിയെടുക്കണേ? ആ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. നീ അങ്ങനെയായിരുന്നാ? ഇവിടെ ഒരു കയറ് പോലും ഇല്ല പിടിക്കാൻ. ചേച്ചി നീ ശരി, സമ്മതിച്ച്. ഞാൻ റിസ്ക് എടുത്ത് തന്നെ പണിയെടുത്ത്. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ആണോ? എത്രയോ പേരുണ്ട് ഇതേപോലെ പണിക്ക് പോണവര്, എന്തൊക്കെയോ കഷ്ടതകൾ സഹിച്ച് പണിക്ക് പോകുന്നവര്. ചേച്ചി എല്ലാവരും ഇതേപോലെ സേഫ്റ്റി ബെൽറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കണേ. ചിലവർ അതിൽ അപകടം പിടിച്ച് എത്രയോ ബ്ലേഡിൻ്റെ ഇടയിൽ കൈകറ്റുന്നുണ്ട്. ചേച്ചി ചേച്ചി പറ കേക്കാം. അവരുടെയൊക്കെ വീടിന് അവർ മാത്രമേ കാണുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞേ നമ്മുടെ വീടിന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരിത്രയും ധൈര്യമായിട്ട് ഓരോരോ പണികൾ ചെയ്യില്ലേ ചേച്ചി? അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കയറി കുത്തിയിരുന്നു കഴിഞ്ഞാ അവർ മൊണ്ണയായി പോവില്ലേ? ചേച്ചിയുടെ അനിയൻ മൊണ്ണയാവണ പറയേച്ചി? ചേച്ചിയുടെ അനിയന് മൊണ്ണയാണാ അല്ലല്ല? ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുത്താലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം, പക്ഷെ ഈ ജീവൻ വെച്ചുള്ള റിസ്ക് ഉണ്ടല്ലോ, അത് വേണ്ട. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്.